അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഒരു സ്ത്രീ ആർക്കെങ്കിലും സഹായമോ അല്ലെങ്കിൽ സമാധാനമോ വാഗ്ദാനം ചെയ്യുന്നത് അല്ലെങ്കിൽ സുരക്ഷ. അമാനിൻ നിസാഇ വ ജിവാരിഹിന്ന. ഉമ്മു ഹനീഅ വിശദീകരിക്കുന്നു, അബൂ ത്വാലിബിൻ്റെ മകൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് പോയി. അത് മക്ക വിജയത്തിൻ്റെ അന്നായിരുന്നു. അപ്പോൾ അദ്ദേഹം കുളിക്കുന്നത് കണ്ടു. ഫാത്തിമ, അദ്ദേഹത്തിൻ്റെ മകൾ, ഒരു തുണി മറയായി പിടിച്ച് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു കുളിമുറിയൊന്നുമില്ല, തുറസായ സ്ഥലം. ഒരു തുണി ഇങ്ങനെ പിടിച്ചിട്ട് പുറംതിരിഞ്ഞ് നിൽക്കുന്നു. ഫാത്തിമ അലൈഹിസ്സലാം പുറകിൽ തുണിയുടെ മറവിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുളിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് ഹദീസ് നമ്മൾ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്, കുളിയുടെ ഹദീസിലും കണ്ടിട്ടുണ്ട്, വലിയ ശുദ്ധിയുടെയൊക്കെ. ഞാൻ അദ്ദേഹത്തിന് സലാം ചൊല്ലി. അദ്ദേഹം ചോദിച്ചു, ആരാത്? അപ്പോൾ തുണിയുടെ മറവിലായോട് കണ്ടില്ലായിരിക്കും, അതല്ലെങ്കിൽ ശബ്ദം കേട്ട് മനസ്സിലായില്ല. അപ്പോൾ പറഞ്ഞു, ഞാൻ ഉമ്മു ഹനി ബിന്ത് അബി ത്വാലിബ് ആണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സ്വാഗതം ഉമ്മു ഹനി. അദ്ദേഹം കുളി കഴിഞ്ഞപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് നിന്നു. അപ്പോൾ ചിലപ്പോൾ ഇരുന്നായിരിക്കും കുളിച്ചത്, അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഊഹിക്കാം. 2 റക്അത്ത് നമസ്കരിച്ചു, എഴുന്നേറ്റ് നിന്നിട്ട് അദ്ദേഹം പക്ഷെ ഒറ്റ തുണിയെ ഉടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ ചോദിച്ചു, അല്ലേ അള്ളാഹുവിൻ്റെ റസൂലേ, എൻ്റെ സഹോദരൻ അലി സത്യം ചെയ്യുന്നു, ഞാൻ പൊളിറ്റിക്കൽ അസൈലം എന്നൊക്കെ പറയുന്ന പോലത്തെ ഞാൻ സംരക്ഷണം കൊടുത്തിരിക്കുന്ന ഒരു മനുഷ്യനെ, ആള് ഇന്ന ആളാണ്, ഇബ്നു ഹുബൈറ, അതായത് ഇബ്നു ഹുബൈറയുടെ മകനായ ഇന്ന ആളാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലേ ഉമ്മു ഹനി, ഞാനും പൊളിറ്റിക്കൽ അസൈലം അല്ലെങ്കിൽ രാഷ്ട്രീയ സംരക്ഷണം, അന്യദേശത്തു നിന്നൊക്കെ വരുന്ന ആൾക്കാർ സഹായവും സമാധാനവും ഒക്കെ ഉറപ്പ് കൊടുക്കുക എന്നുള്ളത്, ശാന്തിയൊക്കെ. അപ്പോൾ പറഞ്ഞു, ഞാനും അയാൾക്ക് വേണ്ടി സംരക്ഷണം കൊടുക്കുന്നു, താങ്കൾ ആർക്ക് വേണ്ടിയാണോ സംരക്ഷണം കൊടുത്തത്? ഉമ്മു ഹനിയ പറഞ്ഞു, ദുഹ സമയമായിരുന്നു, അതായത് രാവിലെ 8-10 മണിയൊക്കെ, ഉച്ചയ്ക്ക് മുമ്പുള്ള സമയം. അന്നഹു സമയ ഉമ്മ ഹനീഇൻ ഇബ്നത അബി ത്വാലിബിൻ തഖൂലു ദഹബ്തു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമൽ ഫത്ഹി ഫവജദ്തുഹു യഗ്തസിലു വഫാത്തിമതു ഇബ്നതുഹു തസ്തുറുഹു ഫസല്ലംതു അലൈഹി ഫഖാല മൻ ഹാദിഹി ഫഖുൽതു അന ഉമ്മു ഹനീഇൻ ബിൻത് അബി ത്വാലിബ് ഫഖാല മർഹബൻ ബി ഉമ്മി ഹനീഇൻ ഫലമ്മ ഫറഗ മിൻ ഉസ്ലിഹി ഖാമ ഫസല്ല 8 റകഅത്തിൻ മുൽതഹിഫൻ ഫി സൗബി വാഹിദിൻ ഫഖുൽതു യാ റസൂലല്ലാഹ് സാമ ഇബ്നു ഉമ്മി അലിയുൻ അന്നഹു ഖാതിലുൻ റജുലൻ ഖദ് അജർതഹു ഫുലാനുൻ ഇബ്നു ഹുബൈറത ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് അഖ്ബർനാ മിൻ അജർത്തി യാ ഉമ്മി ഹാനിഇൻ ഖാലത്ത് ഉമ്മു ഹാനിഇൻ വദാലിക ദുഹ. സംരക്ഷണം അല്ലെങ്കിൽ അഭയം കൊടുക്കുന്നത് മുസ്ലിങ്ങൾ ആണ് കൊടുക്കുന്നത്. അങ്ങനെ ഏതൊരു മുസ്ലിം കൊടുത്താലും അതിനെ ആദരിക്കേണ്ടതാണ്, അല്ലെങ്കിൽ അതിനെ പാലിക്കേണ്ടതാണ് മറ്റുള്ള മുസ്ലിങ്ങൾ എല്ലാവരും. അത് ആ കൂട്ടത്തിലെ ഏറ്റവും താണ മുസ്ലിമാണെങ്കിലും ശരി, ഇത് എല്ലാവരുടെയും മേളിൽ ഒരു ഉത്തരവാദിത്തമാണ്. ദിമ്മത്തുൽ മുസ്ലിമീന വജിവാറുഹും വാഹിദുൻ യസ്വാബിഹ അദ്നാഹും. ഇബ്രാഹിം അത്തൈമിയുടെ പിതാവ് വിശദീകരിക്കുന്നു, അലി ഒരു ഖുതുബ അല്ലെങ്കിൽ മതപ്രസംഗം നടത്തി. അതിൽ ഇങ്ങനെയായിരുന്നു പറഞ്ഞത്, നമുക്ക് വായിക്കാൻ ഒരു പുസ്തകമില്ല അള്ളാഹുവിൻ്റെ പുസ്തകം ഒഴികെ, അതായത് ഖുർആൻ അല്ലാതെ വേറൊന്നുമില്ല. ഈ പേപ്പറിൽ എന്താണോ എഴുതി വച്ചിരിക്കുന്നത് അതിൽ ഉത്തരവുകളാകുന്നു. അതായത് മുറിവുകൾക്കുള്ള പകരം വീട്ടിൽ, സക്കാത്തിൻ്റെ ഒട്ടകത്തിൻ്റെ പ്രായം എന്തായിരിക്കണം, ജീവനാംശം അല്ലെങ്കിൽ രക്തമണി എന്ന് പറയുന്നത്, അതിലൊരാളെ കൊന്നാൽ അയാൾക്ക് കൊന്ന ആളെ വെറുതെ വിടണമെങ്കിൽ കൊടുക്കേണ്ടി വരുന്ന പൈസ. പിന്നെ അൽ മദീന എന്ന് പറയുന്നത് ഹറം ആകുന്നു, അതായത് പരിശുദ്ധമായ സ്ഥലം, അതായത് ഇന്ന മലയ്ക്കും ഇടയിലുള്ള സ്ഥലം. മദീന എന്ന് പറയുന്നത് 2 മലകൾക്കിടയിലുള്ള സ്ഥലമായിരുന്നു അന്ന്. ഇപ്പം അങ്ങനെ തിരിച്ച് കാണാനൊന്നും പറ്റുന്നില്ല. അതുകൊണ്ട് ആരെങ്കിലും അത് പാലിക്കാതിരിക്കുകയോ തെറ്റിക്കുകയോ ചെയ്താൽ അതൊരു പാപം ചെയ്തതിന് തുല്യമാകുന്നു. അതല്ലെങ്കിൽ ഒരു ബിദഈയായ മനുഷ്യൻ, അതായത് ബിദഅത്ത് ചെയ്യുന്ന ആൾ, അതായത് മതത്തിൽ കൂട്ടിച്ചേർക്കുന്ന ആൾ, അങ്ങനെ ഒരാൾക്ക് സംരക്ഷണം കൊടുത്താൽ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ശാപം ഉണ്ടാവും. മലക്കുകളും നിങ്ങളെ ശപിക്കും, മുസ്ലിങ്ങളായ മനുഷ്യരും നിങ്ങളെ ശപിക്കും. അങ്ങനെയുള്ള ഒരു ആളുടെ നിർബന്ധമായ പ്രവൃത്തികൾ, അതായത് ഫർളായ പ്രവൃത്തികൾ, നിസ്കാരം, നോമ്പ്, അങ്ങനെയുള്ളതൊക്കെ സ്വീകരിക്കുകയില്ല. അവൻ്റെ സുന്നത്തായ അല്ലെങ്കിൽ സുന്നത്ത് നിസ്കാരം, സുന്നത്ത് നോമ്പ് അങ്ങനെയുള്ളവയും സ്വീകരിക്കുകയില്ല. ആരെങ്കിലും ഒരു അടിമയെ സ്വതന്ത്രനാക്കി, അപ്പോൾ സ്വതന്ത്രനാക്കി കഴിഞ്ഞപ്പോൾ ആ അടിമ പോയി ഒരാളെ
അയാളുടെ ഉടമയായിട്ട് കണക്കാക്കി. അത് സ്വതന്ത്രനാണ്, അപ്പോൾ ഇനിയും ഒരു ഉടമയുടെ ആവശ്യമില്ല. എന്നാലും ആ അടിമ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് തെറ്റാണ്. പഴയ ഉടമസ്ഥൻ അല്ലാത്ത ആരെ ഉടമയായിട്ട് എടുത്താലും അത് വലിയൊരു തെറ്റാണ്. അതേ മുമ്പിൽ പറഞ്ഞ ശാപം അവനും കിട്ടും. ഒരു മുസ്ലിം ആർക്കെങ്കിലും സംരക്ഷണം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആദരിക്കപ്പെടേണ്ടതാകുന്നു, അത് പാലിക്കപ്പെടേണ്ടതാകുന്നു എല്ലാ മുസ്ലിങ്ങളാലും. ഏതെങ്കിലും ഒരു ആൾ ഒരു മുസ്ലിമിനെ ഒറ്റിയാൽ അവനും അല്ലെങ്കിൽ അവനെ ചതിച്ചാൽ അവനും ഇതേ ശാപം ബാധിക്കുന്നതായിരിക്കും. അൻ ഇബ്രാഹിം തൈമിയ്യി നബി ഖാല ഖതബന അലിയുൻ ഫഖാല മാ ഇൻദനാ കിതാബുൻ നഖറഉഹു ഇല്ലാ കിതാബുല്ലാഹ് വമാ ഫീ ഹാദിഹി സ്വഹീഫതി ഫഖാല ഫീഹൽ ജിറാഹാതു വ അസ്നാനു അൽ ഇബൽ والمدينة حرم ما بين عير إلى كذا فمن أحدث فيها حدثا أو آوى فيها محدثا فعليه لعنة الله والملائكة والناس أجمعين لا يقبل منه صرف ولا عدل ومن تولى غير مواليه فعليه مثل ذلك وذمة المسلمين وحادث فمن أخفر مسلما فعليه مثل ذلك. അമുസ്ലിങ്ങൾ യുദ്ധത്തിൽ സബാന അത് ഞങ്ങളെ രക്ഷിക്കൂ സഹായിക്കൂ എന്ന് പറഞ്ഞാൽ, പക്ഷേ അവർ അസ്ലംന ഞങ്ങളെ സംരക്ഷിക്കൂ അല്ലെങ്കിൽ ഞങ്ങൾക്ക് സുരക്ഷിത്വം തരൂ എന്നല്ല പറഞ്ഞത്. അതായത് അവർ മുസ്ലിം ആയിട്ടുണ്ടെങ്കിൽ അവരുടെ ആവശ്യം സാധിച്ചു കൊടുക്കേണ്ടതാകുന്നു. അതായത് അവർ കീഴടങ്ങിയെന്നോ അല്ലെങ്കിൽ മുസ്ലിമായി എന്നോ ആണെങ്കിൽ അവർക്ക് സഹായം അല്ലെങ്കിൽ സ്വബന അതല്ലെങ്കിൽ അസ്ലംന ചെയ്തു കൊടുക്കണം. ഇതാക്കാലു സ്വബന വലം യുഹ്സിനു അസ്ലംന. ഇബ്നു ഉമർ പറഞ്ഞു, ഖാലിദ് അക്രമികളെ കൊല്ലാൻ തുടങ്ങി. അദ്ദേഹം വിചാരിച്ചു ഇവർ സംരക്ഷണം വേണമെന്നുണ്ടെങ്കിൽ അവർ അസ്ലംന എന്നായിരുന്നു പറയേണ്ടത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവെ ഖാലിദ് ചെയ്തതിൽ നിന്നും ഞാൻ വിട്ട് നിൽക്കുന്നു. പലപ്പോഴും ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു കീഴടക്കുന്ന ആളുകളെ കൊന്നുകളയുക അല്ലെങ്കിൽ മാരകമായ പ്രവൃത്തികളൊക്കെ ചെയ്തിട്ടുണ്ട്. റസൂലിനും ഉമർ റളിയല്ലാഹു അൻഹുവിനും ഒക്കെ പൂർണ്ണമായി അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു കീഴടങ്ങിയിട്ടും കൊന്നുകളയുക അങ്ങനെയൊക്കെയുള്ളത്. അപ്പോൾ അത് കൊണ്ടായിരിക്കണം റസൂല് ഇങ്ങനെ പറഞ്ഞത്, ഖാലിദ് ചെയ്തതിൽ നിന്നും ഞാൻ വിട്ട് നിൽക്കുന്നു. പക്ഷെ അതൊരു തെറ്റായിട്ടോ അല്ലെങ്കിൽ ആളെ ശിക്ഷിക്കണമെന്നോ അങ്ങനെയൊന്നും അല്ല പറയുന്നത്. കാരണം യുദ്ധമാണ്, ആൾ പട്ടാള കമാൻഡറാണ്, ആൾക്ക് അറിയാവുന്ന ഒരു പണി എന്ന് പറയുന്നത് യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. വേറെ നിയമങ്ങൾ നടത്തുക അല്ലെങ്കിൽ കാലിയായിട്ടിരുന്ന് വിധി പറയുക ഇതൊന്നും അല്ല ആളുടെ കഴിവ്. അപ്പോൾ ആളുടെ കഴിവ് എന്ന് പറയുന്നത് ഇതാണ്. ആളത് മാന്യമായി ഉപയോഗിക്കുകയും ചെയ്തു. പിന്നെ അള്ളാഹുവിൻ്റെ വാള് ആണ് സൈഫുള്ള, അതും നമുക്കറിയാവുന്നതാണ്. റസൂൽ തന്നെയാണ് ആ സ്ഥാനം കൊടുത്തത്. അപ്പോൾ ആ ആൾ വാളുകൊണ്ട് ഇറങ്ങി വെട്ടുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിട്ടാണ് നമ്മൾ കാണേണ്ടത്. എവിടെയെങ്കിലൊക്കെ തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് വന്നു പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അള്ളാഹു പുറത്തു കൊടുക്കും. ആ തെറ്റിന് ആരെങ്കിലും ബാധിക്കപ്പെട്ടാൽ, അപ്പോൾ ഇത് വീട്ടുകാർ മരിച്ചുപോയി, ഭാര്യ പിന്നെ ഭർത്താവില്ലാതെ ജീവിക്കണം, മക്കൾക്ക് വാപ്പയില്ല, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം അള്ളാഹു അതിന് തുല്യമായതോ അല്ലെങ്കിൽ അതിലപ്പുറമായതോ സമാധാനപരമായ സമ്മാനങ്ങളാൽ അവിടെ ചെല്ലുമ്പോൾ അവർക്ക് വിട്ടുകൊടുക്കും. മരിച്ച ആൾ മുസ്ലിം അല്ലായിരുന്നുവെങ്കിൽ അത് അള്ളാഹുവിൻ്റെ നീതി, മുസ്ലിം ആണെങ്കിൽ അത് അള്ളാഹുവിൻ്റെ നീതി. അള്ളാഹു എന്തായാലും അവർക്ക് അർഹതപ്പെട്ടത് അവർക്ക് പകരമായി കൊടുക്കും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പല രീതിയിലും പല കാര്യങ്ങളിലും ഇതൊക്കെ വളച്ചൊടിച്ചൊക്കെ പറയാറുണ്ടെങ്കിലും ശരിക്കും പറഞ്ഞാൽ നമ്മൾ തന്നെ ഒരാളെ ദേഷ്യം വന്നു ഒരൊറ്റ അടിയും വെച്ച് കൊടുത്തു, അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. അപ്പോൾ എന്താ ചെയ്യുക? ഒന്നല്ലെങ്കിൽ മാപ്പ് പറയുക, അല്ലെങ്കിൽ അവിടെ നിന്ന് പോയി അങ്ങോട്ടും പിരിഞ്ഞു പോയി അടി കൊണ്ട ആൾക്ക് ആ അടിക്ക് സമാനമായ എന്തെങ്കിലും തിരിച്ച് നഷ്ടപരിഹാരം കിട്ടണം. അപ്പോൾ അത് നമ്മൾ ഇവിടെ കിട്ടിയില്ലെങ്കിൽ നമ്മൾ പശ്ചാത്തപിച്ചു, അല്ലെങ്കിൽ നമ്മൾ വലിയ മനുഷ്യരാണ്, എന്ത് ചെയ്താലും അള്ളാഹ് ചോദ്യം ചെയ്യില്ലാത്ത ആളാണ്. അപ്പോൾ നമ്മൾ ബദരീങ്ങളെ പറ്റി പറഞ്ഞു. ബദരിലുള്ളവർ ചിലപ്പോൾ അള്ളാഹു അവരെ നോക്കി പറയണ്ടാവും, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്തോ, ഞാൻ നിങ്ങളോട് അതിനുശേഷം ഒന്നും ചോദ്യം ചെയ്യില്ല എന്ന് റസൂൽ പറഞ്ഞത്. അപ്പോൾ അതുപോലത്തെ ഒരാളാണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യും? ഈ ആളെ അള്ളാഹു ശിക്ഷിക്കില്ല, അതിന് പകരമായി മറ്റേ ആൾക്ക് എന്തെങ്കിലും കൂടുതൽ നന്മകൾ കൊടുക്കും. അപ്പോൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അയാൾക്ക് ഇച്ചിരിയുടെ സ്റ്റാറ്റസ് കൂടുതൽ കിട്ടുകയോ അയാൾക്ക് ഭൂമിയിൽ വന്ന ആ നാശനഷ്ടത്തിന് പകരമായി അള്ളാഹു കൊടുക്കുകയോ ചെയ്യും. അങ്ങനെയാണ് നമ്മളതിനെ വിശദീകരിക്കുകയോ മനസ്സിലാക്കുകയോ അന്യമതസ്ഥർ ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കുകയോ ചെയ്യേണ്ടത്. വഖാല ഇബ്നു ഉമറ ഫജഅല ഖാലിദുൻ യഖ്തുലു ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്റഉ ഇലൈക മിമ്മാ സനഅ ഖാലിദുൻ വഖാല ഉമറു ഇദാ ഖാല മത്രസ് ഫഖദ ആമനഹു ഇന്നല്ലാഹ യഅലമുൽ അൽസിനത കുല്ല വഖാല തകല്ലം ലാ ബഅസ്.
അൽ മുശ്രിക്കൂനുമായി സമാധാനം അല്ലെങ്കിൽ സന്ധി സ്ഥാപിക്കുന്നത്, അതായത് ബഹുദൈവ ആരാധകരെ, തീ ആരാധകരെ, വിഗ്രഹ ആരാധകരെ, അവിശ്വാസികൾ, ഏകനായ അള്ളാഹുവിൽ വിശ്വസിക്കാത്തവർ, അവൻ്റെ റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കാത്തവർ, ഇവരെയാണ് അൽ മുശ്രിക്കൂൻ എന്ന് പറയുന്നത്. പിന്നെ അവരുമായിട്ടുള്ള ഇടപാട് തീർക്കുക, അല്ലെങ്കിൽ കൊടുക്കൽ വാങ്ങിക്കൽ, അല്ലെങ്കിൽ ഒരാൾക്ക് എന്തെങ്കിലും നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ അതിന് പ്രായശ്ചിത്തമായി എന്തെങ്കിലും ചെയ്യുന്നത്, അത് പൈസ കൊടുക്കൽ വാങ്ങിക്കൽ, മറ്റ് കാര്യങ്ങൾ. പിന്നെ ഈ സന്ധി പാലിക്കാത്ത ആൾക്ക് ഉള്ള ശിക്ഷ. അൽ മുവാദാത്തി വൽ മുസാലഹത്തി മഅൽ മുശ്രിക്കീന ബിൽ മാലി വഗൈരിഹി വ ഇസ്മി മല്ലം യഫി ബിൽ അഹദി. പക്ഷേ അവർ, അതായത് ശത്രുക്കൾ, സമാധാനത്തിലേക്കാണ് ചായുന്നതെങ്കിൽ, അതാണ് അവർക്ക് ഇഷ്ടമെങ്കിൽ. 8-ാമത്തെ സൂറത്ത് 61-ാമത്തെ ആയത്ത്. മത്രാസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് പേടിക്കേണ്ടതില്ല, അതായത് പേർഷ്യൻ ഭാഷയിലുള്ള ഒരു വാക്കാണത്. ഭയപ്പെടേണ്ട, നീ സമാധാനത്തിലാവുന്നു, അല്ലെങ്കിൽ നീ സേഫാണ് എന്ന് പറയുന്നത്. സഹ്ൽ ഇബ്നു അബി ഹസ്മ വിശദീകരിക്കുന്നു, അബ്ദുല്ലാ ഇബ്നു സഹ്ല്, മുഹൈസ ബിൻ മസ്ഊദ് ഇബ്നു സെയ്ദ്, ഇവർ രണ്ടുപേരും ഖൈബറിലേക്ക് യാത്ര തിരിച്ചു. അവിടെ താമസിക്കുന്ന ആളുകൾ, അതായത് ഖൈബർ വാസികളും മുസ്ലിങ്ങളും തമ്മിൽ ഒരു സന്ധി സമാധാന ഉടമ്പടി നിലവിൽ ഉണ്ടായിരുന്നു. അവരെ പിരിഞ്ഞുപോയി. പിന്നീട് മുഹൈസ അബ്ദുല്ലാ ഇബ്നു സഹലിൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ അദ്ദേഹത്തിനെ കൊല്ലപ്പെട്ടതായി കണ്ടു. അതായത് ഈ യഹൂദന്മാരാണ്, ചതിയന്മാരാണ്. ഖൈബർ കീഴടക്കി, അവർ ഇസ്ലാമിക ഭരണത്തിൻ്റെ കീഴിലാണ്. എന്നിട്ടും ഭരണത്തിൻ്റെ ആളുകൾ, അതായത് ഭരണവർഗത്തിൽ നിന്നുള്ള 2 പ്രതിനിധികൾ, നമ്മുടെ ഇപ്പോഴത്തെ രീതിയിൽ പറയുകയാണെങ്കിൽ കാര്യങ്ങൾ അന്വേഷിക്കാൻ പോകുന്ന ഒരാൾ, തഹസിൽദാറെന്നോ വില്ലേജ് ഓഫീസറെന്നോ, അതല്ലെങ്കിൽ സർക്കാരിൻ്റെ MLA എന്നോ MP എന്നോ പറയുന്ന പോലത്തെ ഒരു പ്രതിനിധി, അധികാരമുള്ള ഒരാൾ അവിടെ ചെന്നപ്പോൾ ഒറ്റയ്ക്ക് കിട്ടിയപ്പോൾ കൊന്നുകളഞ്ഞു. അതാണ് യഹൂദന്മാരെ അന്നും ഇന്നും. അദ്ദേഹത്തിനെ മറവ് ചെയ്തു. എന്നിട്ട് ആൾ മദീനയിലേക്ക് വന്നു. അബ്ദുറഹ്മാൻ ബിൻ സഹ്ല്, മുഹയ്യിസ പിന്നെ ഹുവൈസ, അത് മസൂദിൻ്റെ മക്കൾ ആയിരുന്നു. അവരെല്ലാവരും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നു. അബ്ദുറഹ്മാൻ സംസാരിക്കാൻ ആഗ്രഹിച്ചു, അല്ലെങ്കിൽ ഉദ്ദേശിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പക്ഷേ അദ്ദേഹത്തിനോട് പറഞ്ഞു, പ്രായമായവർ സംസാരിക്കട്ടെ. എന്തെങ്കിലും കൂട്ടമായ കാര്യങ്ങൾ സംസാരിക്കേണ്ടതുണ്ടെങ്കിൽ പ്രായമുള്ള ആൾ സംസാരിക്കുന്നതാണ് സുന്നത്ത്. അബ്ദുറഹ്മാൻ അവിടുത്തെ ഏറ്റവും ചെറിയ ആളായിരുന്നു. അബ്ദുറഹ്മാൻ അപ്പം ഉണ്ടാതിരുന്നു. മറ്റുള്ള 2 പേരും സംസാരിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ സത്യം ചെയ്താൽ, അതായത് ആരാണ് ഈ കൊലപാതകം നടത്തിയത് എന്ന് സത്യം ചെയ്താൽ, അല്ലെങ്കിൽ ഒരു പേര് വെളിവാക്കിയാൽ, നിനക്ക് ആ കൊലപാതകയിൽ നിന്ന് അവകാശപ്പെട്ടത് പിടിച്ചെടുക്കാനുള്ള അധികാരം ഉണ്ട്. അതായത് കൊല അല്ലെങ്കിൽ ദിയ, ബ്ലഡ് മണി, മോചനദ്രവ്യം അല്ലെങ്കിൽ ജീവനാംശം, അതിനുള്ള അധികാരം ഉണ്ട്. അവർ പറഞ്ഞു, ഞങ്ങളത് നേരിട്ട് കണ്ടിട്ടില്ലല്ലോ, ഞാനങ്ങ് മാറിപ്പോയപ്പോഴാണ് ഇയാളെ കൊന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എങ്ങനെ ഒരു പേര് വച്ച് സത്യം ചെയ്യും? ഞാൻ കൊലപാതകിയെ കണ്ടിട്ടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ യഹൂദന്മാർക്ക് അവരെ സ്വയം അവർ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് സ്ഥാപിക്കാൻ ഒരു ചാൻസ് കൊടുക്കാം. അതായത് അൽ ഖസമ, ആ സത്യം ചെയ്യുന്നത് അവരെ നിഷ്കളങ്കത അല്ലെങ്കിൽ അതിൽ പങ്കില്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണത്. അപ്പോൾ അവരെല്ലാവരും ഇങ്ങനെ ഞാൻ അത് ചെയ്തിട്ടില്ല എന്ന് സത്യം ചെയ്യുന്നു, അല്ലെങ്കിൽ അവരിൽ നിന്നുള്ള ആരുമല്ല അത് ചെയ്തത് എന്ന് സത്യം ചെയ്യുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഈ കാഫിരീങ്ങൾ, അതായത് അവിശ്വാസികളാണ്, അവർ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല, ഏകത്വത്തിൽ വിശ്വസിക്കുന്നില്ല, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുന്നില്ല. അവരുടെ ഒരു സത്യം നമ്മളെങ്ങനെയാണ് എടുക്കുക, മുഖവിലേക്ക് എടുക്കുക? അവർ നുണ പറയില്ലേ? അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം കയ്യിൽ നിന്ന് അബ്ദുള്ളയ്ക്ക് ജീവനാംശം, അതല്ലെങ്കിൽ ദിയ, ബ്ലഡ് മണി കൊടുത്തു. കാരണം അവിടെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളും ഇല്ല ആ സംഭവത്തിന് ഉത്തരവാദിത്തത്തിൽ. 9-ാമത്തെ വാല്യം 6898 ഇത് വീണ്ടും ആവർത്തിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സംഭവം ഉണ്ടെങ്കിൽ നഷ്ടപരിഹാരം അവിടുത്തെ ഭരണാധികാരിയാണ് കൊടുക്കേണ്ടത്, ഖജനാവിൽ നിന്നായിരിക്കും, അല്ലാഹു അലം. عن سهل بن حثمة قال انطلق عبد الله بن سهل ومحيصة ابن مسعود ابن زيد إلى خيبر وهي يومئذ صلح فتفرقا فأتى محيصة إلى عبد الله بن سهل وهو يتشحط في دمه قتيلا فدفنه ثم قدم المدينة فانطلق عبد الرحمن ابن سهل ومحيصة وحويصة ابن مسعود
مسعود إلى النبي صلى الله عليه وسلم فذهب عبد الرحمن يتكلم فقال كبر كبر وهو أحدث القوم فسكت فتكلم قال أتحلفون وتستحقون قاتلكم أو صاحبكم قالوا وكيف نحلف ولم نشهد ولم نرى قال فتبرئكم يهود ب50 قالوا كيف نأخذ أيمان قوم كفار فقاله النبي صلى الله عليه وسلم من عنده. അള്ളാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.